ഹലോ എവ്രി വൺ, ഒരു അടിപൊളി ന്യൂസുമായിട്ടാണ് ഇന്ന് ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് മച്ചന്മാരെ, നമ്മുടെ അണ്ണൻ കോണർ മെഗ്രെഗർ തിരിച്ചു വരാൻ പോവുകയാണ്. റിട്ടേൺ ഓഫ് കോണർ മെഗ്രെഗർ. അപ്പോൾ ഇതൊരു റൂമർ അല്ല, ഇത് നമ്മുടെ മുതലാളി ഡാന വൈറ്റ് ഒരു സ്റ്റോറി രൂപേണ ഷെയർ ചെയ്തതാണ്. അപ്പോൾ മുതലാളി വെറുതെ ഒന്നും അങ്ങനെ ഇടത്തില്ല, സംഭവം ശരിയായിരിക്കും. കോണർ മെഗ്രെഗർ എന്തായാലും UFC 300 ഈ മാസം എന്തായാലും ഉണ്ടാവത്തില്ല, പക്ഷെ വരും മാസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കും. അപ്പോൾ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ മൈക്കിൾ ചാൻഡലർ തന്നെ ആയിരിക്കും. മൈക്കിൾ ചാൻഡലർ ആണെങ്കിൽ ഈ ഒരു ഫൈറ്റിന് വേണ്ടി ഒരുപാടായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കാത്തിരിപ്പ് വെറുതെ ആവത്തില്ല, എന്തായാലും അത് ഗുണം ചെയ്യും. അപ്പോൾ മൈക്കിൾ ചാൻഡലറിനെ സംബന്ധിച്ച് ഇതൊരു നല്ല ഫൈറ്റാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ ചാൻഡലറിന് കൂടിപ്പോയി കഴിഞ്ഞാൽ കളി തോക്കുമായിരിക്കും. പക്ഷെ അത് സംഭവിക്കത്തില്ല കൂടിപ്പോയാൽ. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ ഒരു ശരീരത്തിന് ക്ഷതമേക്കുകയോ എല്ലൊടിയോ കഴുത്തൊടിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. കാരണം മൈക്കിൾ ചാൻഡലർ ഈ ലോകത്തുള്ള ഭീകരന്മാരുമായിട്ടെല്ലാം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ജസ്റ്റിൻ ഗേജി, ചാൾസ് ഒലിവേറ, ഡസ്റ്റിൻ പോൾ ഇവരുമായിട്ടെല്ലാം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കോണർ മെഗ്രെഗറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പം ചാൻഡലർ ഇപ്പോൾ കണ്ടീഷൻഡ് ഫൈറ്ററാണ്, ഓക്കെ, ഉരുക്കാണ്. കോണർ മെഗ്രെഗർ ഇപ്പോഴും ബിസിനസ്മാനും സിനിമാടനും ഒക്കെയാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്ന് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ പക്ഷെ ചാൻഡലറിന് വലിയ പരിക്കൊന്നും പറ്റത്തില്ല എന്ന് മാത്രമല്ല, ചാൻഡലറിന് ഇഷ്ടം പോലെ ക്യാഷും കിട്ടും. ചാൻഡലർ സെറ്റാണ്. ഇപ്പൊ ഈ ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ ഇവരുടെ തൊഴിൽ അടിയിടിയൊക്കെയാണ്, ശരീരം കെടാവുന്ന തൊഴിലാണ്. അപ്പൊ അവര് ക്യാഷിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ചാൻഡലർ സെറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടേ കോണർ മെഗ്രെഗർ പൊളിയാണ്. അപ്പൊ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സിനിമാടനൊക്കെയാണ്. അപ്പൊ അത് ഭയങ്കര തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, അത്രമാത്രം ട്രെൻഡിങ് ആയിരിക്കും, ഫുൾ വൈറലായിരിക്കും കോണർ മെഗ്രെഗറിന്റെ റിട്ടേൺ ഫൈറ്റ് എന്ന് പറയുമ്പോൾ. എല്ലാ റെക്കോർഡുകളും ഭേദിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പൊ റെക്കോർഡ് കിടക്കുന്ന ഹബീബ് അതിന്റെ കൂടെയുള്ള ഫൈറ്റാണ് ഇപ്പോഴും റെക്കോർഡായിട്ട് കിടക്കുന്നത്. ചിലപ്പോൾ അതിനെയൊക്കെ ഭേദിച്ചു എന്നിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചാൻഡലർ വളരെ ഹാപ്പിയാണ്. കാത്തിരിപ്പിന് ഗുണം ചെയ്യും. കാരണം ചാൻഡലർ മറ്റാരുമായിട്ടും ഫൈറ്റ് ചെയ്യാതെ ഇതിന്റെ പിന്നാലെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതമൊക്കെ ഇപ്പം 16 വർഷം കൊണ്ട് എടുത്ത് കാത്തിരിപ്പ് ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതിന് ഗുണം ചെയ്തില്ല. അതുപോലെ തന്നെ ഇതും ഗുണം ചെയ്യും. പിന്നെ ഒരു സിനിമാ നടൻ കോണർ മെഗ്രെഗർ ആണ് തിരിച്ചു വരാൻ പോകുന്നത്. അപ്പം ഈ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് WWE ദ റോക്ക് അദ്ദേഹം അവിടെ നിന്ന് സിനിമയിലേക്ക് അവസരം കിട്ടുന്നു. മമ്മി സീരീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഓളമായിരുന്നു. അതേപോലെ ഒരു സംഭവം ഉണ്ട്, നടക്കാൻ പോവാണ്. ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും, ഭയങ്കര വൈറലായിരിക്കും. അതുകൊണ്ടാണ് മുതലാളി തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചാൻഡലറിന്റെ ഫൈറ്റിന് ശേഷം ചാൻഡലറുമായിട്ട് ജയിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷനിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. കോണർ മെഗ്രെഗർ ഇപ്പോൾ ബിസിനസ്മാനും സിനിമാടനും ഒക്കെയാണ്, ചാൻഡലർ ഇൻഫോം ഫൈറ്ററാണ്. അപ്പം എന്തായാലും ഈ ചാൻഡലറിന് ശേഷം ജയിച്ചാലും തോറ്റില്ല, ചാൻഡലറിന് ശേഷം ആരായിരിക്കും, ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ചാൻഡലർ എന്തായാലും ഈ ഒരൊറ്റ ഫൈറ്റോട് കൂടി തന്നെ സെറ്റായി. അപ്പോൾ എന്തായാലും നിങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുക. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, Deepak_Ashokan, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇമെയിൽ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്, ഞാൻ ചെയ്യാം. അതിലേക്ക് അയക്കുക. ബൈ ഗൈസ്, ടേക്ക് കെയർ. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.